നട്ടപ്പാതിരായ്ക്ക് അടിപൊളി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. മടി പിടിക്കുമ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കറി. ഞാനതങ്ങ് ഫിക്സ് ചെയ്തേക്കും എന്തായാലും. അപ്പം ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലാസൊക്കെ വളരെ സിമ്പിളാണ്. മുഴുവത്തേടെ ഉള്ള കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പെരിഞ്ജീരകം, ഇത്രയും കുരുമുളക്, ഇത്രയുമാണ് അതിൻ്റെ അകത്തേക്ക് വേണ്ടത്. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റ് ആവേണ്ട, ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചാൽ മതി കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയുടെ ആ ഞെട്ടിൻ്റെ ആ ഭാഗം മാത്രം കളഞ്ഞിട്ട് ആ തൊലിയൊക്കെ ഞാൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചതച്ചെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. എന്നിട്ടൊരു 3 സവോള, വലിയ സവോളയാണ്, അപ്പോൾ അതരിഞ്ഞ് മാറ്റി. ഇതിൻ്റെ ഇടയ്ക്ക് പാൻ അടുപ്പത്ത് വെച്ചപ്പോൾ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. പിറ്റേ ദിവസമായപ്പോൾ നന്നായിട്ട് ഞാൻ പാടറിഞ്ഞു കേട്ടോ, നല്ല വേദനയുണ്ടായിരുന്നു. എന്നിട്ട് എണ്ണ ഒഴിക്കുക, സവോള അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ സമയത്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റൊക്കെ കൂടി നമ്മുടെ കഴുകി വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ അകത്ത് ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്തത് ഒരു ഉരുളക്കിഴങ്ങ് മൊത്തത്തിൽ ചേർത്തു കേട്ടോ. ഉരുളക്കിഴങ്ങ് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. ഉരുളക്കിഴങ്ങിന് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ചിക്കൻ്റെ അകത്ത് കിടന്ന് വേവുമ്പോൾ ചിക്കൻ സ്റ്റോക്കിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ല ചിക്കൻ പീസ് കഴിക്കുന്ന പോലെ ഇരിക്കും. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ആകെ എരിവുള്ളത് കുരുമുളക് പൊടിയും പിന്നെ ഞാൻ സവോളയ്ക്ക് അതൊരല്പം പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്, 1-2 പീസ്. എൻ്റെ ലെഫ്റ്റ് ഓവർ പച്ചമുളകാണ് ബേസിക്കലി അതുകൂടി ചേർത്തിട്ടാണ് ഞാൻ വഴറ്റിയത് കേട്ടോ. എന്നിട്ട് സവാളയിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വഴണ്ട് വരണം. അപ്പോഴത്തേക്ക് ആ സമയത്തേക്ക് ഈ ചിക്കൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ ഉരുളക്കിഴങ്ങ് ഉൾപ്പെടെയുള്ള മസാലയൊക്കെ പുരട്ടി വെച്ച് നന്നായിട്ടിരിക്കും. എന്നിട്ട് സവാള ഒന്ന് വരേണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഈ ചിക്കനും സംഭവം കൂടെ നേരെ അതിൻ്റെ അകത്തേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. അപ്പോഴത്തേക്കും നല്ലതായിട്ട് ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്നിട്ട് പിന്നെ നമ്മൾ ലിഡ് തുറന്ന് വെച്ചതിന് ശേഷം വെള്ളം ഇറങ്ങി വെക്കണം കണ്ടോ, ലിഡ് തുറന്ന് വെച്ച് സിമ്മിലിട്ട് തീ വെച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് കുറുകി നല്ല ടേസ്റ്റായത് ചപ്പാത്തിക്കും ചോറിനും എന്തിൻ്റെയും കൂടെ അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം വല്ലാത്തൊരു ആ മീറ്റിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ട് ഭയങ്കര ഒരു റെഡ് മേത്തിലുള്ള കറിയുണ്ട് ഉണ്ടാക്കിയെടുക്കല്. ഇതിപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. നല്ലൊരു പെപ്പർ ചിക്കൻ പോലെ, എന്നാൽ പെപ്പർ ചിക്കനും അല്ല, അധികം മസാലയുടെ കുത്തലൊന്നുമില്ലാതെ നല്ല കറിയായിരുന്നു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ